ഞാനത് ചെയ്യുന്നു. പറഞ്ഞില്ലല്ലോ. പിന്നെ അത് പിന്നെ അത് വളർന്നത് അത് താനറിയണ്ട. പിന്നെ എങ്ങനെ ചെയ്ത് വളരുന്നത്? ഞാൻ പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണാനല്ല ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിനു ശേഷം ശബ്ദരേഖയാണ് നമ്മൾ കേട്ടത്. അത് ആരുടെ ശബ്ദമാണ്? യൂത്ത് കോൺഗ്രസിന്റെ നേതാവും പാലക്കാട് MLA-യുമായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലെ ഒരു നേതാവിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ വന്നത് മുതൽ രാവിലെ ഒരുപാട് പേർ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് മോശമായി പറയുന്നത് കാണാനിടയായി. ഇന്ത്യയുടെ പ്രതീക്ഷയായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. ജനങ്ങൾക്കായി ജീവിച്ച, ജനങ്ങൾക്കായി ജീവിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. നമ്മൾ ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി തന്നെ ഇന്നും അഹോരാത്രം പണിയെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു നേതാവ് കാണിക്കുന്ന നെറികേടിന് ആ പ്രസ്ഥാനത്തിന് പറയരുത്. സ്ത്രീകളോട് ഇത്തരം മനോഭാവം വെച്ച് പുലർത്തുന്ന നേതാക്കളുടെ അണികളോട് പറയാനുള്ളത്, വടകരയിൽ ശൈലജ ടീച്ചറിനെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇദ്ദേഹത്തെ അന്ധമായി വിശ്വസിച്ച് ഒരുപാട് പേർ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ശൈലജ ടീച്ചറിനെതിരെ മോശമായി പറയുകയും അതൊക്കെ വെറും ഗിമ്മിക്കുകളാണ്, ഉടായ്പകളാണെന്ന് പറഞ്ഞവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കിടയിലുള്ള നിങ്ങളിലെ കാപട്യനെ നിങ്ങൾ തിരിച്ചറിയുക. ഇത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്കിടയിലുള്ള കാപട്യനായ നേതാക്കളെ നിങ്ങൾ തിരിച്ചറിയുക.